സമ്മാനം നൃത്തം പാടും. ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോൾ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറഞ്ഞം പുറഞ്ഞൊന്ന് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പതിവ് പോലെ കണ്ടിട്ട് ഒത്തിരി ദിവസങ്ങളായി. വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ അതിനുള്ള ഒരു സമയം കിട്ടാറില്ല. എന്ത് ചെയ്യാൻ പറ്റും, തിരക്കുള്ള സ്ഥലങ്ങളിലാണ്, തിരക്കുള്ള ജോലികളിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായി എന്നല്ല. ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസങ്ങളായി, അതിൻ്റെ കൂടെ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിച്ചിട്ടും ഒത്തിരി കാലങ്ങളായി. ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നടന്നുപോയി. നമ്മുടെ കിച്ചുവിൻ്റെ ഡബിൾ സ്റ്റാൻഡ്, പിന്നെ ബിഷപ്പ് കൊടുത്ത പരാതികൾ, അതിന് ലഭിച്ച മറുപടികൾ, ബിഷപ്പിൻ്റെ വോയിസ് നോട്ട്സ്, മാനനഷ്ടത്തിനുള്ള കേസോ എന്തോ നഷ്ടപരിഹാരം ചോദിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് കറങ്ങി തിരിഞ്ഞ് നടന്നുപോയി. പിന്നെ ഷെഫീന ബേബി വെസ് രേണുസുതി കോൺട്രവേഴ്സീസും നമ്മൾ അതിലൊന്നും ഇടപെട്ടിട്ടില്ല. ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു, എന്നാലും അതിലൊന്നും ഇടപെടാനുള്ളൊരു സമയം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു വിഷയം പലരും ചെയ്ത് കണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കാനായില്ല. പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടെ കണ്ട സമയത്ത് ഞാൻ എപ്പോഴും ഇത് പണ്ടേ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം എത്രയോ നല്ല നല്ല അവസരങ്ങൾ അവർക്ക് അവരുടെ ആക്ടിങ് കാണിക്കാനാണ്, അവരുടെ അഭിനയ മികവ് തെളിയിക്കാനാണ് എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാം. ഈ നേരെ ഈ തോണ്ടലും മാന്തലും കെട്ടിപ്പിടിക്കലും റൊമാൻസും ഈ പരിപാടികൾ മാത്രമല്ലാണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാം സ്ത്രീകളുടെ. പക്ഷെ അവരത് ചെയ്യാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ അവർക്ക് കിട്ടുന്ന വർക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും അതൊരു പ്രശസ്തമായ ചോദ്യം തന്നെയാണ്. പക്ഷെ ആ വർക്ക് അവർക്ക് വേണ്ട, ഞാൻ ഇന്ന സാധനങ്ങളാണ് നോക്കുന്നത് എന്ന് പറയാനുള്ള ഒരു മനസ്സ് അവർ കാണിക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഇനി ശാന്തിവിള ദിനേശ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ബാറിനെ കുറിച്ചിട്ടും ബാറിലെ ഡാൻസിനെ കുറിച്ചിട്ടും അവിടെയൊക്കെ വീഡിയോ അയച്ചു തരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അതിലോട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ വേറൊരു വീഡിയോ കാണിക്കാം, ഒരു കടം ചോദിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നോട് ഒരുപാട് പേര് കടം ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ സെറ്റിൽ ആകുന്നതേ ഉള്ളൂ. ദയവ് ചെയ്ത്, എനിക്ക് ഒരുപാട് കാശൊന്നും ആയിട്ടില്ല. ഞാൻ ഈ കിടന്ന് ജാട എടുത്ത് വിളിച്ചു പറയുന്ന പോലൊന്നും അല്ല. കുറച്ച് കാശൊക്കെ ഉള്ളു, എനിക്ക് കടം കൊടുക്കാനൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. എന്നാലും അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വിഷമം വരും. പണ്ടത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒന്നുമില്ല എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു മനസ്സാരും കാണാണ്ട് പോകരുത്. എല്ലാവരും ഞാൻ കുറച്ച് മെച്ചപ്പെട്ടല്ലോ, അതിൽ ഞാൻ തൃപ്തിപ്പെടുന്നു എന്നുള്ള നിലയിലൊക്കെ സംസാരിക്കാനുള്ളൊരു മിനിമം കോമൺ സെൻസ് എങ്കിലും കാണിക്കും. പക്ഷെ ഇവരുടെ സംസാരത്തിൽ നിന്ന് ഇപ്പോഴും ഇല്ലായ്മ തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. കടം ചോദിക്കാറുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ ചോദിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ല കാര്യം. കാരണം ഇവർ ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് പേര് കടം കൊടുത്തിട്ടുള്ളതാണ്. ഇവർ ഒരുപാട് പേരെ പറ്റിച്ചതായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ കണ്ട കാര്യമാണ്. ഒരു പക്ഷേ താനും പറ്റിക്കപ്പെട്ടാലോ, കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ഭയം, ഇവർ ചെയ്ത അതേ പ്രവൃത്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്താലോ എന്നുള്ള ഭയം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും കൊടുക്കാനുള്ള മടി ഉള്ളത്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ അതൊരു വാടകയ്ക്കുന്ന ഒരു വീട്ടിലൊരു വയസ്സായ അപ്പാപ്പൻ എന്തോ പൈസ കൊടുക്കാനുണ്ട്, വേറെ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്. അപ്പം മേടിച്ച കടം സെറ്റിൽ ചെയ്യാനുള്ള ഒരു മര്യാദ കാണിക്കുക. ഇപ്പം അത്യാവശ്യത്തിന് സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട സ്ഥിതിക്ക് എന്ന് മാത്രമേ ഈ ഒരു വിഷയത്തിൽ പറയുന്നു. ഷെഫീന ബേബി രേണുസുതി ഇഷ്യൂസ് അവിടെ അവസാനിക്കുന്നില്ല. ഇന്നലെ മെനയാന്തെണ്ണങ്ങാണ്ട് ഒരു സ്റ്റോറി ആരാണ്ടാക്കിയോ ഇങ്ങനെ കറങ്ങി തിരിയുന്ന കണ്ടു സോഷ്യൽ മീഡിയക്കകത്തൊക്കെ. അതൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കേണ്ട ചെറിയൊരു പോർഷൻ. ഷഫീനെ നീ നിർത്തിയില്ലേടി, നാണോ ഇല്ലാത്തവളെ. നീ ഓർക്കരുത്, നിന്റെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്, ഒരിക്കലും ഞാൻ കാണത്തില്ല. ഇന്ന് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്ക് ആദ്യമായിട്ട് ഞാൻ കുറെ നാൾ കഴിഞ്ഞ് ഇത് തീർന്നില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇത് ഈ അടുത്ത കാലത്തൊന്നും തീർന്ന വിഷയമില്ല. പുള്ളിക്കാരി ഇതൊന്നും കാണുന്നില്ല. പക്ഷെ അതിനുള്ള അവർ പറഞ്ഞ ഓരോ വേർഡ്സിനുള്ള മറുപടി ഈ രേണു എന്ന് പറയുന്ന പുള്ളിക്കാരിൻ്റെ കയ്യിലുണ്ട്. അത് അക്ഷരം വള്ളി പുള്ളി തെറ്റാണ്ട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് ഈ ഷെഫീന ബി പറഞ്ഞ അത്രയും സംഭവങ്ങളെല്ലാം തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവർക്ക് ഒരു വേർഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാതെ പറഞ്ഞു കേൾപ്പിക്കാനുള്ള സുഹൃത്ത് ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി പ്രത്യേകിച്ച് വല്ല ജ്ഞാന കഴിവുണ്ടോ എന്നറിയില്ല. ഇവർ ഇന്നതൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ഗ്രഹിക്കാനുള്ള കഴിവ് വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ ഇവർ കാണുന്നില്ല എന്ന് തന്നെയാണ് എല്ലാ പ്രാവശ്യവും പറയുന്നത്. പക്ഷെ ഇവർ എല്ലാ വേർഡ്സും ഈച്ച് വേർഡ്സും ഇവർ അറിയും, എന്തൊക്കെയാണ് തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള വ്യക്തമായ ധാരണ ഇവർക്കുണ്ട്. ഇവരതൊന്നും കാണാറില്ല. വിശ്വസിച്ചേക്കാം, അതാണല്ലോ വേണ്ടത്.
ഇനി നമുക്ക് ശാന്തിവിള ദിനേശ് പറയുന്ന കുറച്ച് കാര്യങ്ങളിലോട്ട് പോവാം. ആ സാറ് പറയുന്ന കാര്യങ്ങളിൽ ഒത്തിരി യാഥാർത്ഥ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. കേരളത്തിലെ ചാനലുകളിൽ അവതാരക പെണ്ണായിരുന്ന ഒരുത്തി സ്ഥിരമായി ഗൾഫിൽ ചുറ്റിയടിക്കുമായിരുന്നു. അങ്ങനെ കമ്പനി കൂടി, ഗൾഫിൽ ചെന്ന് കമ്പനി കൂടി ശിവസ്ത്രീകളൊക്കെ പോലുള്ള ഒരുപാട് കാശ് മുടക്കി വാങ്ങാവുന്ന മദ്യം വാങ്ങി ഈ സ്വീകരിച്ച് കൊണ്ടുപോകണവന്മാര് കഴിപ്പിക്കും. അങ്ങനെ ഫിറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ഈ അവതാരക ചെയ്യുന്നത് ഉടുതുണിയെ ഊരിയെറി എന്നിട്ട് അങ്ങോട്ട് അമ്മാനം നിർത്താൻ പാടും. ഇപ്പോ എന്തുകൊണ്ടോ ആ പഴയ ഗ്യാങ്ങുകൾക്കൊന്നും ഇവിടെ വേണ്ട, ചാനലുകൾക്കും വേണ്ട. ഏതാണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഫിറ്റ് ആയതിനാൽ ഈ ഗ്യാങ്ങുകൾ എൻ്റെ എന്താ പറയുക, ഞാൻ കാണിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരുത്തൻ ചിത്രീകരിക്കുകയാണ് എന്ന് ഈ മാഡം അറിഞ്ഞിരുന്നില്ല. സഹകുടിയന്മാർ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോ കെട്ടുവിടാത്ത പെണ്ണുപിള്ള അറഞ്ഞം പുറഞ്ഞം അങ്ങ് ആടി തിമിർത്തു. ഒരുപാട് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്, രഹസ്യമായിട്ടൊക്കെ കാണാൻ പലരും അയച്ചു തരാറ്. ഇപ്പോ ആ റോൾ ഏറ്റെടുത്തിരിക്കുന്നത് സൗജന്യം ആര് നൽകിയാലും കൈപ്പറ്റുകയും ഒരാഴ്ചക്കകം ഈ സൗജന്യം തന്നവനെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായിച്ചവനെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു പുതിയ അവതാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ മത്സരിക്കുകയാണ് ഗൾഫില് എന്നൊക്കെ വീരവാദം അടിക്കുന്ന ഈ കൈക്കളവി ഇപ്പോ ഗൾഫിലെ ഏജന്റുമാരുടെ ഫോണിലെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു മുഖമാണ് എന്നാണ് എനിക്ക് ദുബായിൽ നിന്ന് കിട്ടിയ ഒരു വാർത്ത. ഈ ദുബായ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്കാൾ അലവലായി തന്നെ നടക്കുന്ന രാജ്യമാണ്. എന്ത് പോക്കത്തിനും കാണിക്കാമല്ലോ, അവിടെ ഒരു ലൈസൻസും വേണ്ട. അപ്പൊ അവിടെ നിന്ന് എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നത്, എന്റെ പൊന്ന് ദിനേശേ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ലവളുണ്ടല്ലോ, ലവള്, അവൾ ഇവിടെ കാണുന്ന എന്തൊക്കെയാ ദിനേശെ കാണിക്കുന്നേ? മദ്യപിച്ച് ബോധം കെട്ട് ഉടുതുണി എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് പോലും അറിയാതെ ഡാൻസ് അല്ല ശരിക്കും പറഞ്ഞാൽ ഉഡാൻസ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് ഒരു ഗൾഫ് റിട്ടേൺ എനിക്ക് കാണിച്ചു തന്നു. പണം മാത്രമേ ഇവർക്ക് ലക്ഷ്യമുള്ളൂ, എന്തിനും ഏതിനും റെഡിയാണ് എന്നാണ് ഈ ദുബായ് റിട്ടേൺ എന്നോട് പറഞ്ഞത്. ഇപ്പോ UAE മാർക്കറ്റ് വാല്യൂവിൽ മുന്തിയ ഐറ്റമാണ് അത്രേ ഈ കൂതറ. ഭാര്യയുടെ കെട്ടുതാലിയും കേറിക്കിടക്കടവും പണയം വെച്ച് ഗൾഫിൽ പോകുന്ന ചോര നീരാക്കി സമ്പാദിക്കുന്നവന്മാർ എവളുമായി സല്ലപിക്കാൻ ഒരു മാസം വേർത്തുണ്ടാക്കുന്ന ശമ്പളം പോലും ചെലവിടുന്നു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരെ പറ്റിക്കാൻ കഴിയുന്ന 4 ഡയലോഗുകളും അടിച്ച് മുന്തിയ സ്കോച്ചും അടിച്ച് എന്തിനും തയ്യാറായി എവളും. പണം വന്ന് നിറയുന്നു എന്നാണ് പറയുന്നത്. പണം വന്ന് നിറയുമ്പോൾ വീട്ടിൽ അടുക്കി വയ്ക്കാൻ കൂടില്ല. ദിവസവും കാറ് വാങ്ങിക്കുക, എന്നിട്ട് എടാ നിനക്ക് എത്ര വയസ്സായി? എനിക്ക് 3 വയസ്സ്. നിനക്കൊരു കാറ്. നിനക്ക് എത്രയാടാ കാളെ? എനിക്ക് 18. നിനക്കൊരു കാറ്. ഇനി അടുത്ത വാങ്ങുന്ന കാലത്ത് എന്തൊക്കെ ആയിരിക്കും? ഇങ്ങനെ എല്ലാവർക്കും കാറൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പൈസ ഇഷ്ടം പോലെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന്. എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സ്റ്റില്ലും വീഡിയോയും ഒക്കെ അയച്ചു തരാമെന്ന് ദുബായിലുള്ള 2 പേര് എന്നെ വിളിച്ചു പറഞ്ഞു. സാറിന് സംശയമാണെങ്കിൽ ഈ കക്ഷിയുടെ സ്റ്റില്ലും ഈ കക്ഷിയുടെ വീഡിയോ ഒക്കെ അയച്ചു തരാമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ അയച്ചു തന്നിട്ട് കാര്യം എന്താ? എനിക്ക് കാണാമെന്നുള്ള അല്ലാതെ നമ്മുടെ ചാനലിൽ ഇത് കൊടുക്കാൻ പറ്റുമോ? ഞാൻ അകത്തായി പോകില്ലേ? അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല സാറേ, സാറൊന്ന് കണ്ടിരിക്കും, സാറ് സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളല്ലേ. ഇവിടെ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറി. ബാക്കി വീഡിയോ ഇവിടുന്ന് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര നോയ്സും കാര്യങ്ങളൊക്കെയാണ്. അവിടുന്ന് വീഡിയോ പിടിക്കാനുള്ള ഒരു സൗകര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര തിക്കും തിരക്കിൻ്റെ ഇടയ്ക്കാണ് ഇവിടുന്ന് സമയം കണ്ടെത്തി വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. റേഞ്ചിൻ്റെ ഇഷ്യൂസ് വേറെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടല്ലോ. അതിൽ ആദ്യം തന്നെ ഒരു കുത്തോടു കൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞാൽ സഹായിച്ച ആൾക്കാരെ കുത്തിപ്പറയുക, അല്ലെങ്കിൽ പാല് തന്ന കൈക്ക് കൊത്തുക എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നതൊക്കെ അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ്. അതാണ് ഇയാൾ ഉള്ളതുപോലെ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ സാറിനെ കുറിച്ച് ആളുകൾ പറയുന്നത്. അതെന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സത്യമായ കാര്യമാണ്. ബിഷപ്പിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണെന്ന് കേട്ടു. സധൈര്യം മുമ്പോട്ട് പോവുക, ലീഗലി മൂവ് ചെയ്ത് എന്ത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട മാനത്തിനും അഭിമാനത്തിനും എന്ത് പകരം കിട്ടുമോ അത് നേടിയെടുക്കുക എന്ന് മാത്രം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞു പോവുകയാണ്. അതിൻ്റെ കൂടെ ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ, ബാറിൽ പോയി കഴിഞ്ഞ് ഒരു മൈക്ക് കൈ കിട്ടുമ്പോഴേക്കും ഒരു പാട്ട് കേൾക്കുമ്പോഴേക്കും അവിടെ കിടന്ന് സ്ഥലകാല ബോധമില്ലാണ്ട് തുള്ളുന്ന സമയത്ത് മുമ്പിലിരിക്കുന്ന മദ്യപാനികളായ ആളുകൾ ഫോൺ എടുത്ത് ഇവരെ വീഡിയോ പിടിക്കും. ഇവർ വിചാരിക്കുന്നത് എന്നെ ഞാൻ വലിയ സംഭവമാണ്, ഞാനെന്തോ വലിയ സെലിബ്രിറ്റിയാണ്, അവരെന്നെ വീഡിയോ പിടിക്കുന്നത് കണ്ടില്ലേ, അവരെന്നെ ക്യാപ്ചർ ചെയ്യുന്നത് കണ്ടില്ലേ, അപ്പോൾ ഞാൻ വലിയ എന്തോ ആളായി എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ക്യാമറ കാണുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ ആവേശത്തുള്ളാൻ തോന്നും. ആ ആവേശം നമ്മൾ പല വീഡിയോസിലും കണ്ടതുമാണ് സോഷ്യൽ മീഡിയക്കകത്ത്.
സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ അവരെ ശരിയായ രീതിയിലല്ല വീഡിയോ പിടിക്കുന്നത്, ക്യാപ്ചർ ചെയ്യുന്നുള്ളത് നിങ്ങൾ നേരത്തെയുള്ള ശാന്തിയുള്ള ദിനേശ് സാറിൻ്റെ സംസാരത്തിന് മനസ്സിലായല്ലോ. അവർ മുമ്പിലിരുന്നിട്ട് അവർക്ക് വേണ്ട ഭാഗങ്ങളും അവർക്ക് വേണ്ട വീഡിയോസും കാര്യങ്ങളും ചിത്രീകരിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അവരത് കണ്ട് ആസ്വദിക്കുക. ഈ ഒരു സ്ത്രീ മുമ്പിലിരുന്ന് തുള്ളുന്നത് തെറ്റായ രീതിയിൽ മദ്യത്തിൻ്റെ കൂടെ നോക്കിക്കാണുക, ഒരു ലഹരീൻ്റെ കൂടെ കൂട്ടുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെന്ന് മദ്യപിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അതുപോലും മനസ്സിലാക്കാണ്ട് അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ തുള്ളുന്ന സമയത്ത് അവർക്ക് നെഗറ്റീവ് തന്നെ കിട്ടുള്ളൂ. പിന്നെ വിധവയായിട്ടുള്ളൊരു സ്ത്രീ വിധവകൾക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഘോരം പ്രസംഗിച്ചൊരു സ്ത്രീ ഇവിടെ നാട്ടിലെ ഭാര്യമാരെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവാസികളായിട്ട് ഗൾഫിൽ പോയിട്ട് അവിടെ അധ്വാനിച്ച് പൈസ നാട്ടിലേക്ക് അയക്കുന്ന ആണുങ്ങളെ ഇങ്ങോട്ട് വരും, ഇവിടെ മുന്തിരിക്കളുണ്ട്, ചെത്തുകളുണ്ട്, ആക്കളുണ്ട്, ഈക്കളുണ്ട്, ടച്ചിങ് സൈഡ് നല്ല ഫുഡുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പണിയെടുക്കുന്ന ആളുകളെയും കൂടെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നത് ശരിയായ ഒരു കാര്യമാണോ എന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. അതിൽ ആ ഒരു വിരോധാഭാസം കൂടെ ഒന്ന് നോക്കുക. കാരണം ഇവരൊരു വിധവയായ സ്ത്രീയാണ്. ഇവിടുത്തെ നാട്ടിലെ കുട്ടികളെയും മക്കളെയും ഭാര്യേനെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടി പോയ അവിടുത്തെ ആണുങ്ങളെ ബാറിലേക്ക് ക്ഷണിച്ച് അവരധ്വാനിക്കുന്ന പൈസ അവിടെ ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ളൊരു വിരോധാഭാസമാണെന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ച് ഇവരുടെ ഭർത്താവ് തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു, ഭയങ്കര കുടിയനാണെന്നൊക്കെ സോഷ്യൽ മീഡിയക്കകത്ത് വളരെ മോശമായ രീതിയിൽ അയാളെക്കുറിച്ച് പറയുകയുണ്ടായി. കിച്ചുവിനെ കുറിച്ചിട്ട് മദ്യപാനത്തിന് എന്തോ ഒരു ചെറിയ കേസായിട്ട് അവനെക്കുറിച്ചും ചെറിയ രീതിയിലൊക്കെ കേട്ട് പോയി. അതിൻ്റെ ഇടയ്ക്കും ഇവർ മദ്യം പ്രോത്സാഹിപ്പിക്കുക, ബാർ ഉദ്ഘാടനം ചെയ്യുക, പ്രവാസികളായിട്ടുള്ള ആണുങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുക. ഈ ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇവരെ കാണാൻ വേണ്ടിയിട്ട് പൈസ മുടക്കി, അവിടെ അധ്വാനിക്കുന്ന പൈസ മുടക്കി ബാറിൽ ആളുകൾ ചെല്ലുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, അവിടെ ചെന്ന് മദ്യപിക്കുന്നു എന്നും പറയുന്നുണ്ട്. അതിന് വേണ്ട പ്രൂഫ്സും കാര്യങ്ങളും വീഡിയോസൊക്കെ അദ്ദേഹത്തിന് ആരാണ്ടൊക്കെ അയച്ചും കൊടുക്കുന്നുണ്ട്. ഇവർ സ്ഥലകാല ബോധം ഇല്ലാണ്ട് തുള്ളുന്നതെന്നൊക്കെ. മദ്യപിക്കുന്നു എന്നുള്ള കാര്യം ഇവർ തന്നെ എഗ്രി ചെയ്ത കാര്യമാണ്. അപ്പം അവിടെ ചെന്നിട്ട് അവർ മദ്യപിച്ചില്ലേന്ന് നമുക്കറിയില്ല. പക്ഷേ മദ്യപിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ 1-2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടാവും എന്ന് ആളുകൾ വിലയിരുത്തുന്നുണ്ട്. അപ്പം സ്വന്തം വില കളയുന്നത് ആരാണ്? ഇവർ തന്നെയാണ്. അപ്പോൾ ബാറിൽ പോയിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഏത് രീതിയിലാണ് തന്നെ കാണുന്നത്, നോക്കി കാണുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അതിനുള്ളൊരു ബോധം പോലും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, പൈസ മതി എന്ന് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും കാലം കാണാത്ത പൈസ എന്നല്ല, താഴ്ന്ന രീതിയിൽ അവർ തന്നെ പറയുന്നുണ്ട് അവരില്ലായ്മയിലാണ് ജീവിച്ചത്, ഒന്നുമില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ പൈസയിലായിരുന്നു. അപ്പം കുറച്ച് പൈസ ഇങ്ങനെ കയ്യിലേക്ക് കുന്നുകൂടി വരുന്ന സമയത്ത് എന്ത് ചെയ്താലും കുഴപ്പമില്ല, പൈസ മാത്രം മതി എന്നുള്ളൊരു കോൺസെൻട്രേഷനിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് കൂട്ടുന്നതാണോ എന്നും നമുക്കറിയത്തില്ല, ആയിരിക്കാം. ഇതിനൊക്കെ ഇനി എന്താ പറയാന്നുള്ളത് അറിയില്ല. അറിയാത്ത വിള ചൊറിയും പറയും എന്നൊക്കെ ഒത്തിരി പേര് കമൻ്റ് ഇടുന്നതുകൊണ്ട് വളരെ മോശമായ രീതിയിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നത് കണ്ട് ഇവരുടെ ഒരു പ്രവൃത്തിയിലൊക്കെ. ഒരു വീഡിയോയ്ക്കകത്ത് ഇവർ കസ്റ്റമർ എന്നെങ്ങാനും ആരാണ്ടോ പറയുന്നത്, എനിക്ക് ഗൾഫിൽ കസ്റ്റമർ ഉണ്ടെന്നൊക്കെ. പക്ഷേ അത് പറയുമ്പം ആളുകൾ അത് തെറ്റായ രീതിയിലാണ്. ഒരു ബിസിനസ്സൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ക്ലയൻസും കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഇനാഗുറേഷനൊക്കെ പോകുന്ന ഒരു സ്ത്രീ ബാറിൽ ഇനാഗുറേഷൻ, ഗൾഫിൽ ഇവർ ബാറാണ് അധികം ഇനാഗുറേഷൻ ചെയ്യുന്നത്, അവിടെ ബാറിൽ ഇനാഗുറേഷൻ ചെയ്യാൻ പോകുന്ന ഒരു സ്ത്രീക്ക് കസ്റ്റമർ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ആളുകൾ തെറ്റായ രീതിയിലാണ് വിലയിരുത്തുക. ഏത് രീതിയിലാണ് ഇവരതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നും അറിയില്ല. അവരുടെ ആ ഒരു വീഡിയോ, ദാസേട്ടൻ്റെ കൂടെയുള്ള വീഡിയോ കണ്ട സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛോ എന്തൊക്കെയോ ഒരു ഇറിറ്റേഷനൊക്കെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് സ്വന്തം നിലയ്ക്കൊന്ന് ആലോചിച്ചാൽ മതി. നല്ലൊരു ആക്ട്രസ് ആവുക, അഭിനയത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ തിരഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഏറ്റെടുക്കുകയോ ചെയ്യാം. പക്ഷേ ഇവർ ചെയ്യുന്ന ബാറിൽ ഇനാഗുറേഷന് പോകുന്നു, തൊട്ടും പിടിച്ചും കെട്ടിപ്പിടുത്തവും മാത്രമൊക്കെ ആയിട്ടുള്ള ചില റീൽസും കാര്യങ്ങളും മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പം ഇവരുടെ താല്പര്യങ്ങളാണ് ഇവരുടെ റീലായിട്ടും ആൽബംസായിട്ടും പുറത്ത് വരുന്നത് നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവർക്ക് വരുന്ന വർക്കല്ലേ ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അതിലൊരു ചോദ്യമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അത് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്ക് അവിടെ ഉണ്ട്. അതല്ലാണ്ട് നേരം ഈ വക സാധനങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് സ്വന്തം വ്യക്തിത്വത്തിനെ തന്നെ ബാധിക്കത്തുള്ളൂ എന്ന് സ്വയം മനസ്സിലാക്കുക എന്ന് മാത്രം പറയുന്നു. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആണെന്ന് വരെ ബൈ.